ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബലൂൺ ഫ്ലവർ എന്നറിയപ്പെടുന്ന ഈ ചെടിയെക്കുറിച്ചാണ്. ഇപ്പം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിക്ക് കടിച്ചാൽ പൊട്ടാത്ത ഒരു ഇംഗ്ലീഷ് പേരുണ്ടെങ്കിലും നമ്മൾ എളുപ്പത്തിന് വേണ്ടി പറയുന്നത് ബലൂൺ പ്ലാന്റ് എന്നുള്ള പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. അല്ല എങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ ജപ്പാൻ ബെൽ ഫ്ലവർ എന്നും നമ്മളിതിനെ പറയാറുണ്ട്. അതായത് ചൈനീസ് ആൻഡ് ജപ്പാൻ ബെൽ ഫ്ലവർ എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അപ്പോൾ ഇതിന് ഈ പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ ഫ്ലവർ എന്ന് ഇതിനെ പ്രധാനമായും പറയുന്നതെന്ന് വെച്ചാൽ ഇത് പൂ വിരിയുന്നതിന് തൊട്ട് മുമ്പ് മുട്ടയുള്ള സ്റ്റേജിൽ അത് ഒരു ബലൂൺ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പ്രസ് ചെയ്യുകയാണ്, അതായത് ഇടിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ സൗണ്ടോട് കൂടി പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ബലൂൺ ഫ്ലവർ എന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് പൂ വിരിഞ്ഞ് കഴിയുമ്പം ഒരു ബെല്ലിൻ്റെ, അതായത് ഒരു മണിയുടെ ഷേപ്പിലേക്ക് ഇതിൻ്റെ ഫ്ലവർ കാണുന്നതുകൊണ്ടാണ് ഇതിനെ ചൈനീസ് അല്ലെങ്കിൽ ജപ്പാൻ ബെല്ലെന്ന് പറയുന്ന രീതിയിലും ഇതിനെ പറയപ്പെടുന്നത്. ഇത് പ്രധാനമായും 4 കളറിലാണ് കാണപ്പെടുന്നത്: വൈറ്റ്, ബ്ലൂ, പിങ്ക്, അതേപോലെ തന്നെ വയലറ്റിൻ്റെ ഒരു ഷെയ്ഡുമായിട്ടുള്ള ഇതേപോലെയുള്ള 4 കളറിലാണ് കാണപ്പെടുന്നത്. ഇത് പ്രധാനമായും 5 ഇതൾ ഉണ്ടാകുന്ന 5 ഇതളുള്ള ഒരു പൂവാണ്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഇത് 4 ഇതളായിട്ടും കാണപ്പെടുന്നതാറുണ്ട്. അതായത് 4 ഇതളോ 5 ഇതളോ ഉള്ള പൂച്ചെടിയാണ് ഇവയെന്ന് പറയുന്നത്. ഇവയെ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും വളർത്താൻ സാധിക്കുമെങ്കിലും മഴക്കാലത്ത് കുറച്ച് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ എല്ലാ സമയത്തും നമുക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും വിത്ത് വഴിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാമെങ്കിലും സ്റ്റമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും അതേപോലെ തന്നെ കുറച്ച് കഷ്ടപ്പാടുമുണ്ട്. അതുകൊണ്ട് സ്റ്റമ്മിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്ലവർ കഴിഞ്ഞിട്ടുള്ള ഇതേപോലുള്ള ഇതിൻ്റെ അകത്ത് നമുക്ക് സീഡ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സീഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന പുതിയ തൈകൾ, അതായത് പുതിയ വേര് വന്നിട്ടുള്ള പുതിയ എത്തുകൾ നമുക്ക് കട്ട് ചെയ്തും വെച്ച് നമുക്കത് പുതിയൊരു പ്ലാന്റായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സോയിലെന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന എല്ലാത്തരം സോയിലും ഇതിനെ നടാമെങ്കിലും നമുക്ക് വേണമെങ്കിൽ കോമ്പിനേഷൻ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്, അതായത് ജൈവവളം കോമ്പിനേഷനുള്ള നല്ല ഗ്രോത്തുള്ള മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടി വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് നമുക്ക് 50% മണ്ണും അതേപോലെ തന്നെ 25% ഗാർഡൻ സോയിലും അതേപോലെ തന്നെ 25% ജൈവവളമായിട്ടുള്ള ചാണകപ്പൊടിയോ അല്ല എങ്കിൽ ആട്ടുംപുഴുക്കപ്പൊടിയോ നമുക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കമ്പോസ്റ്റോ യൂസ് ചെയ്തിട്ട് നമുക്ക് വളർത്താൻ സാധിക്കുന്നതാണ്. ഇല്ല, നമുക്ക് മണൽ കിട്ടുന്നില്ല എന്നൊരിൽ ജൈവവളത്തേക്കാൾ കൂടുതൽ ഗാർഡൻ സോയിലിനേക്കാൾ കൂടുതൽ ജൈവവളം യൂസ് ചെയ്തുകൊണ്ട്, അതായത് 60-40% ജൈവവളം കൂടുതൽ എടുത്തുകൊണ്ട് നമുക്കത് നടാവുന്നതാണ്. അല്ല, ചുമന്ന മണ്ണാണ് നമുക്ക് കിട്ടുന്നതെന്നൊരിൽ ചുമന്ന മണ്ണും ജൈവവളവും യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് തരം മണ്ണിൽ ഇത് നല്ല രീതിയിൽ വളരുമെങ്കിലും ഇതിന് വെള്ളം കുഴഞ്ഞു കിടക്കാതെ അതേപോലെ തന്നെ വെള്ളം ചുവട്ടിൽ കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള ഏത് മണ്ണും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചെടി എന്ന് പറയുന്നത് സൺലൈറ്റും അതേപോലെ തന്നെ പാർഷ്യലി ഷെയ്ഡിൽ നമുക്കിത് വളർത്താമെങ്കിലും ഫുൾ ഷെയ്ഡ് ഇതിന് ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. അതായത് നമ്മൾ വെളിച്ചത്തിനനുസരിച്ച് ഈ ചെടി വളർന്ന് സൈഡിലോട്ട് മറിയുകയൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ നേഴ്സറിയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ആ നേഴ്സറിയിൽ അല്ലെങ്കിൽ ആ വെച്ചിരുന്ന സ്ഥലത്ത് അതിൻ്റെ ആ ചെടി പ്ലാന്റിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോയിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. കാരണം തുടർച്ചയായുള്ള ഡിസ്റ്റർബൻസ് ഈ ചെടിയെ വളരെയേറെ ബാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ ഇടയാകുകയും ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നതെന്നൊരിൽ അത് അവിടെ തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം നമ്മൾ പാർഷ്യലി ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നതെന്നൊരിൽ ആ രീതിയിൽ അതിനെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചട്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ചെടിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത് പുറം രാജ്യങ്ങളിൽ മെഡിസിനൽ പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിത് ഇവിടെ ഓർണമെൻറ്റ് പ്ലാന്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കട്ട് ഫ്ലവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ വലിയ പ്രചാരമൊന്നും ആയിട്ടില്ല കട്ട് ഫ്ലവറിൻ്റെ ഈ കാര്യത്തിൽ. ഇതിൻ്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് NPK വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. NPKയിൽ
നൈട്രജനും ഫോസ്ഫറസും കൂടുതലുള്ള കോമ്പിനേഷനിലുള്ള വളങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ജൈവവളമായിട്ട് നമുക്കാണെങ്കിൽ ചാണകത്തിൻ്റെ തെളിയോ അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ ചിലറിയോ അല്ലെങ്കിൽ അസിഡിക് നേച്ചർ ഇഷ്ടപ്പെടുന്ന ആയതുകൊണ്ട് നമുക്ക് പശുവിൻ്റെ മൂത്രമോ അല്ലെങ്കിൽ ആടിൻ്റെ മൂത്രമോ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇതിനെ വളർത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒച്ചിൻ്റെ ആക്രമണമാണ്. ഇപ്പോൾ ഒച്ചിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്കാണെങ്കിൽ ഒന്നെങ്കിൽ മുട്ടത്തോട് നമുക്ക് പൊടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്, അതായത് മണ്ണിന് മേളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ല എന്ന രീതിയിൽ ഒച്ചിന് കയറാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതായത് ഒച്ചിനെ ആകർഷിച്ച് നശിപ്പിക്കാനുള്ള ക്യാബേജിൻ്റെയോ അല്ലെങ്കിൽ അഴുക്കായ പച്ചക്കറികളിട്ട് വേസ്റ്റ് ഇട്ട് അതിനെ വേറൊരു പാത്രത്തിലിട്ട് അതിനെ ആകർഷിച്ച് കൊല്ലുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത് ഒച്ചാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു രീതിയിലൊക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചൂട് കൂടുതലായിട്ടുള്ള കാലാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പം സാധാരണയായി ഇത് ജാനുവരി തൊട്ട് മെയ് വരെയുള്ള സമയങ്ങളിലാണ് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതെങ്കിലും നമുക്കിത് മിക്കവാറും എല്ലാ സീസണിലും ഫ്ലവർ കിട്ടാറുണ്ട്. അതായത് ഈ അടച്ചുള്ള മഴ കഴിഞ്ഞിട്ടുള്ള എല്ലാ സീസണിലും നമുക്കിത് ഫ്ലവർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് വലിയ കെയറൊന്നും കൊടുക്കേണ്ട. ഈ വെള്ളത്തിൻ്റെ കാര്യം അതേപോലെ തന്നെ ഈ ഒച്ചിൻ്റെ പ്രശ്നവും മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആർക്ക് വേണമെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഇതേപോലെ ചട്ടികളിലോ അല്ലെങ്കിൽ നിലത്തോ നമുക്കിതിനെ വളർത്തിയെടുക്കാം. ഏതിലായാലും ശരി ഇതിൻ്റെ ചുവട് ഒരിക്കലും ഒരു കാരണവശാലും വറ്റി വരളാനോ അല്ല എങ്കിൽ വെള്ളം കൂടിയും വെച്ച് അഴുകാനോ ഇടവരുത്തരുത്. ഇതിൻ്റെ ഒച്ചിനെ ബാധിക്കുന്ന പോലെ തന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇതിൻ്റെ അകത്ത് ഫംഗസ് ബാധ ഉണ്ടാകും. ഫംഗസ് ബാധ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട് എപ്പോഴും ഒത്തിരി വെള്ളമായിട്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ചുവട് ഫംഗസ് ബാധയുണ്ടായി അളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക, അതായത് ഒച്ച്, ഫംഗസ് ബാധ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ ഇതിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകതകളും ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. 4 കളേഴ്സ് ഉണ്ട് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.